സ്മാർട്ട് അക്കാദമിയുടെ GK ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാർഷികം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ കുറേ പോയിന്റുകൾ നോക്കിയില്ലേ. അത്യുൽപാദന ശേഷിയുള്ള വിളകൾ ഏതൊക്കെയാണ്, വിളകളും ജന്മദേശവും, ഏറ്റവും കൂടുതൽ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, ഇന്ന വിള ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്, അതോടൊപ്പം കേരളത്തിലെ ജില്ലകളൊക്കെ കുറിച്ച് കൂടി പഠിച്ചു. കുറേ പോയിന്റുകൾ, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്ന ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ ആ കാർഷികം, കൃഷി, ഭക്ഷ്യവിളകൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. ഇന്നത്തെ സെഷനിൽ നമ്മൾ കൂടുതൽ പോയിന്റ് നമ്മൾ പറയുന്നത് PSC ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്യാത്തവ, ചില പോയിന്റുകൾ പറയുമ്പോൾ അതിനിടയിൽ മെൻഷൻ ചെയ്യാത്തവ, അതല്ലാതെയുള്ള എക്സ്ട്രാ പോയിന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 90% എന്ന് പറയുന്ന ചോദ്യങ്ങളും PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഈ ഓരോന്ന് പറയുമ്പോഴും എന്ത് ചോദിച്ചിട്ടുള്ളതെന്ന് പറയണ്ട, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒറ്റ പോയിന്റുകളായിട്ടാണ് ഫോളോ ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, തുടങ്ങാം. ആദ്യമായിട്ട് പറയുന്നത് പ്രധാനപ്പെട്ട മുദ്രണങ്ങൾ. ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല ഓരോ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ സർവീസസിന്. അപ്പം അതാണ് പറയുന്നത് പ്രധാനപ്പെട്ട മുദ്രണങ്ങൾ. വ്യാവസായിക ഗുണമേന്മയ്ക്കുള്ള മുദ്രയാണ് ISI. വ്യാവസായിക ഗുണമേന്മയ്ക്കുള്ള മുദ്ര എന്താണ്? ISI മാർക്കുണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ, അതാണ് വ്യാവസായിക ഗുണമേന്മയ്ക്കുള്ള മുദ്ര ISI. 1947 ജനുവരി 6 നിലവിൽ വന്നത്. 1947 ജനുവരി 6 വ്യാവസായിക ഗുണമേന്മയ്ക്കുള്ള ISI മുദ്ര നിലവിൽ വന്നത്. റഗ്മാർക്ക് ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ്മാർക്ക്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന റഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് ഗുഡ്വിൽ. ഇതിന്റെ ഉപജ്ഞാതാവ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബാലവേല പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? കരിയർ സത്യാർത്ഥിയാണ് റഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് എന്താണ്? ഗുഡ്വിൽ എന്നാണ്. ആശയം ആരാണ് ഉപജ്ഞാതാവ്? കരിയർ സത്യാർത്ഥി. അടുത്തത് സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി കാണിക്കുന്ന സ്റ്റാൻഡേർഡാണ്. സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി കാണിക്കാനുള്ള സ്റ്റാൻഡേർഡ് BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, BIS. 1987 ഏപ്രിൽ 1 നിലവിൽ. 1987 ഏപ്രിൽ 1. അപ്പോൾ വ്യാവസായിക ഗുണമേന്മയ്ക്കുള്ള മുദ്ര എന്താണ്? ISI ആണ്. സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി കാണിക്കുന്നതിനുള്ള മുദ്ര എന്താണ്? BIS ആണ്. 1987 ഏപ്രിൽ 1 നിലവിൽ വന്നത്. FPO, ഫുഡ് പ്രൊഡക്ട്സ് ഓർഡർ. പഴം, പച്ചക്കറി എന്നിവയുടെ സുരക്ഷിതത്വവും ഗുണനിലവാരവും ഉറപ്പുവരുത്തുന്നതിനുള്ള മുദ്രയാണ് FPO, ഫുഡ് പ്രൊഡക്ട്സ് ഓർഡർ. പഴം, പച്ചക്കറി എന്നിവയിൽ നിന്നുള്ള സുരക്ഷിതത്വവും ഗുണനിലവാരവും ഉറപ്പുവരുത്തുന്നത് ഏതാണ്? FPO ആണ്. അപ്പോൾ വ്യാവസായിക ഗുണമേന്മയ്ക്കുള്ള മുദ്ര ISI. സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി BIS. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര റഗ്മാർക്ക്. FPO, ഫുഡ് പ്രൊഡക്ട്സ് ഓർഡർ. പഴം, പച്ചക്കറികളിൽ എന്നിവയിൽ നിന്നുള്ള സുരക്ഷിതത്വവും ഗുണനിലവാരവും ഉറപ്പുവരുത്തുന്നു. ISO, International Organization for Standardization. ഇന്ത്യ അടക്കം 120 രാജ്യങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതാണ് ISO മുദ്ര. ISO സർട്ടിഫിക്കേഷൻ എല്ലാവരും കേട്ടിട്ടുള്ള വേർഡായിരിക്കും. ISO എന്താണ്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആണ്. ഇന്ത്യ അടക്കം 120 രാജ്യങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന മുദ്രയാണ് എന്ത്? ISO. ഓക്കെ, ഗുണനിലവാരം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കാണിക്കുന്ന മുദ്രയാണ് അഗ്മാർക്ക്. ചോദിച്ചിട്ടുള്ളതാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കാണിക്കുന്ന മുദ്ര എന്താണ്? അഗ്മാർക്ക് ആണ്. ഈ അഗ്മാർക്ക് വെച്ചിട്ട് വേറൊരു മാർക്ക് നമുക്ക് ഇവിടെ തന്നെ നോക്കാം. കടുവകളുടെ സെൻസസ് നടത്തുന്ന പരിപാടി പഗ്മാർക്ക്. കടുവകളുടെ സെൻസസ് എന്ന് പറയുന്ന പേര് പഗ്മാർക്ക്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ മുദ്ര എന്താണ്? അഗ്മാർക്കാണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ പറയാം. വ്യാവസായിക ഗുണമേന്മയ്ക്കുള്ള മുദ്ര ISI 1947 ജനുവരി 6 നിലവിൽ വന്നു. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് ഏത്? ഗുഡ്വിൽ, അല്ലെങ്കിൽ അതിന്റെ പഴയ പേര് എന്താണ്? റഗ്മാർക്ക്. ആരാണ് ആശയത്തിന്റെ ഉപജ്ഞാതാവ്? കരിയർ സത്യാർത്ഥിയാണ്. സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി കാണിക്കുന്നത് BIS. 1987 ഏപ്രിൽ 1 നിലവിൽ വന്ന്. ഫുഡ് പ്രൊഡക്ട്സ് ഓർഡർ. പഴം, പച്ചക്കറി എന്നിവയിൽ നിന്നുള്ള ഗുണനിലവാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നു. ISO, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ഇന്ത്യ അടക്കം 120 രാജ്യങ്ങളുടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതാണ് ISO. കടുവകളുടെ സെൻസസ് പഗ്മാർക്കാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര എന്താണ്? അഗ്മാർക്കാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റുകൾ നോക്കാം. കാർഷിക ആവശ്യങ്ങൾക്ക് 24 മണിക്കൂറും വൈദ്യുതി സൗജന്യമായി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തെലങ്കാനയാണ്. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 24 മണിക്കൂറും വൈദ്യുതി സൗജന്യമായി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന. ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തെ പിന്തള്ളി കുരുമുളക് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് കർണാടക. ഈ അടുത്തായി കേരളത്തെ പിന്തള്ളി കുരുമുളക് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? കർണാടകമാണ്. അടുത്തത് പൂപ്പൊലി പുഷ്പമേള സംഘടിപ്പിക്കുന്ന റീജിയണൽ
അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ അമ്പലവയൽ. റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ അമ്പലവയൽ. നമ്മൾ അമ്പലവയൽ പഠിച്ചപ്പോൾ, അമ്പലവയൽ വയനാട് ജില്ലയിലെ അമ്പലവയൽ പഠിച്ചപ്പോൾ അവിടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഇഞ്ചി ഗവേഷണ കേന്ദ്രം, വയനാട് ഹെറിറ്റേജ് മ്യൂസിയം, റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ. അപ്പോൾ പൂപ്പൊലി അവിടെയാണ് റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ. പൂപ്പൊലി പുഷ്പമേള സംഘടിപ്പിക്കുന്നത് ആരാണ്? റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ അമ്പലവയലാണ്. മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത് എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത് മരച്ചീനിയുടെ ശാസ്ത്രീയ നാമമാണ്. മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? മാനിഹോട്ട് യൂട്ടിലിസിമ. ഇന്ത്യൻ ചെറി എന്നറിയപ്പെടുന്നത് ഞാവലാണ്. ഇന്ത്യൻ ചെറി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഞാവലാണ്. സൂര്യകാന്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? സൂര്യകാന്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകമാണ്. സൂര്യകാന്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്? കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്താണ്? കയറാണ്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനം കയറാണ്. നമുക്ക് ഈ പറഞ്ഞ പോയിന്റുകളൊന്നും നോക്കാം. കാർഷിക ആവശ്യങ്ങൾക്ക് 24 മണിക്കൂറും വൈദ്യുതി സൗജന്യമായി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. കേരളത്തെ പിന്തള്ളി ഈ അടുത്ത കാലത്തായിട്ട് കുരുമുളക് ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കർണാടകമാണ്. അടുത്ത എന്താ പറഞ്ഞത്? ലോകമുള ദിനം, ഇടയ്ക്ക് വിട്ടുപോയി. ലോകമുള ദിനം സെപ്റ്റംബർ 18ആണ്. ലോകമുള ദിനം എന്നാണ്? സെപ്റ്റംബർ 18നാണ് ലോകമുള ദിനം. സെപ്റ്റംബർ 18. പൂപ്പൊലി പുഷ്പമേള സംഘടിപ്പിക്കുന്നത് റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ അമ്പലവയലാണ്. പൂപ്പൊലി പുഷ്പമേള സംഘടിപ്പിക്കുന്നതാണ് റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ അമ്പലവയൽ. മാനിഹോട്ട് യൂട്ടിലിസിയം എന്നത് മരച്ചീനിയുടെ ശാസ്ത്രീയ നാമമാണ്. മാനിഹോട്ട് യൂട്ടിലിസിയം എന്നത് മരച്ചീനിയുടെ ശാസ്ത്രീയ നാമമാണ്. ഇന്ത്യൻ ചെറി എന്നറിയപ്പെടുന്നത് ഞാവൽ. സൂര്യകാന്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകം. സൂര്യകാന്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകം. കേരളത്തിൽ പിന്തള്ളി പരമ്പരാഗത കേരളത്തിൽ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാണ്? കയറാണ്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനം കയറിനാണ്. 2015 ഭൗമസൂചക പദവി ലഭിച്ച കേരളത്തിലെ നേന്ത്രക്കായ ഇനം ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് 2015 ലഭിച്ച കേരളത്തിലെ നേന്ത്രക്കായ ഇനമാണ് ചെങ്ങോലിക്കോടൻ. ചെങ്ങോലിക്കോടനാണ് 2015 ഭൗമസൂചക പദവി ലഭിച്ച കേരളത്തിലെ നേന്ത്രക്കായ ഇനം. തെങ്ങ് നടാനുള്ള ശരാശരി അകലം എത്രയാണ്? തെങ്ങ് നടാനുള്ള ശരാശരി അകലം 7.5 മീറ്റർ × 7.5 മീറ്റർ. തെങ്ങ് നടാനുള്ള ശരാശരി അകലം ഏതാണ്? 7.5 മീറ്റർ × 7.5 മീറ്റർ. ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയറുവർഗ സസ്യം ഏതാണ്? സോയാബീൻ ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയറുവർഗ സസ്യം. ലോകത്തെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയറുവർഗ സസ്യം ഏതാണ്? സോയാബീൻ. മരച്ചീനി കൃഷിയെ കേരളത്തിൽ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്, നമ്മൾ പറഞ്ഞിരുന്നു മരച്ചീനിയുടെ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനങ്ങൾ പറഞ്ഞ ശ്രീവിശാഖം, ശ്രീശൈലം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ശ്രീവിശാഖം തിരുനാളാണ് മരച്ചീനി കൃഷിയെ കേരളത്തിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ചതാരാണ്? ശ്രീവിശാഖം തിരുനാൾ. കേരളത്തിലെ ഏറ്റവും വലിയ ഓർക്കിഡ് പ്ലോട്ടാണ് പൊന്മുടി. കേരളത്തിലെ ഏറ്റവും വലിയ ഓർക്കിഡ് പ്ലോട്ട് ഏതാണ്? പൊന്മുടിയാണ്. ഇവിടെ എന്തൊക്കെയാണ്? 2015 ഭൗമസൂചക പദവി ലഭിച്ച കേരളത്തിലെ നേന്ത്രക്കായ ഇനം ചെങ്ങോലിക്കോടനാണ്. തെങ്ങ് നടാനുള്ള ശരാശരി അകലം 7.5 മീറ്റർ × 7.5 മീറ്റർ. ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയറുവർഗ സസ്യം സോയാബീൻ. മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച കേരളത്തിലെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീവിശാഖം തിരുനാൾ. കേരളത്തിലെ ഏറ്റവും വലിയ ഓർക്കിഡ് പ്ലോട്ട് ഏതാ? പൊന്മുടി. അപ്പോൾ നമ്മൾ ഈ സെഷനിലെ ക്ലാസ്സിൽ എന്തൊക്കെ നോക്കി? മുദ്രണങ്ങൾ, വ്യാവസായിക മേന്മയ്ക്കുള്ള ഗുണമേന്മ മുദ്ര എന്നാണ്? ISI ആണ്. റഗ്മാർക്ക്, ബാലവേല ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ്മാർക്ക്. ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഗുഡ് വ്യൂ. കൈലേഷ് സത്യാർത്ഥിയാണ് വിജ്ഞാതാവ്. സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി അളക്കുന്നത് BIS ആണ്. 1987 ഏപ്രിൽ 1 നിലവിൽ വന്നു. ISI 1947 ജനുവരി 6 നിലവിൽ വന്നു. FPO ഫുഡ് പ്രൊഡക്ട്സ് ഓർഡർ, പഴം പച്ചക്കറികളിൽ നിന്നുള്ള സുരക്ഷിതത്വവും ഗുണനിലവാരവും ഉറപ്പുവരുത്തുന്നതാണ്. ISO ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്താണ് അതിൽ പറയുന്നത്? ഇന്ത്യ അടക്കം 120 രാജ്യങ്ങളുടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ ഉറപ്പുവരുത്തുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര അഗ്മാർക്കും. കടുവയുടെ സെൻസസ് നടത്തുന്ന പരിപാടി എന്താണ്? പഗ്മാർക്കുമാണ്. കാർഷിക ആവശ്യങ്ങൾക്ക് 24 മണിക്കൂർ വൈദ്യുതി സൗജന്യമായി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം തെലങ്കാന. കുരുമുളക് ഉൽപ്പാദനത്തിൽ കേരളത്തിൽ പിന്തള്ളി ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് കർണാടകം. ലോകമുള ദിനം സെപ്റ്റംബർ 18. പൂപ്പൊലി പുഷ്പമേള സംഘടിപ്പിക്കുന്നത് റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ അമ്പലവയൽ. മാനിഹോട്ട് യൂട്ടിലിസിയം എന്നത് മരച്ചീനിയുടെ ശാസ്ത്രീയ നാമമാണ്. ഇന്ത്യൻ ചെറി ഞാവൽ. സൂര്യകാന്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകം. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനം കയറിനാണ്. 2015 ഭൗമസൂചക പദവി ലഭിച്ച കേരളത്തിലെ നേന്ത്രക്കായ ഏതാണ്? ചെങ്ങോലിക്കോടൻ. തെങ്ങ് നടാനുള്ള ശരാശരി അകലം 7.5 മീറ്റർ × 7.5 മീറ്റർ. ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയറുവർഗ സസ്യം ഏതാണ്? സോയാബീൻ ആണ്. മരച്ചീനി കൃഷിയെ കേരളത്തിൽ പ്രോത്സാഹിപ്പിച്ച് ശ്രീവിശാഖം തിരുനാളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഓർക്കിഡ് പ്ലോട്ട് ഏതാണ്? പൊന്മുടി. അപ്പോൾ ഇന്നടുത്തൊക്കെ മനസ്സിലായല്ലോ. ഇങ്ങനെ അടുത്ത പോയിന്റുകൾ നോക്കാം.
മണ്ണിന്റെ അമ്ലവീര്യം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം എന്താണ്? മണ്ണിന്റെ അമ്ലവീര്യം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് കുമ്മായം. മണ്ണിന്റെ അമ്ലവീര്യം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം എന്താണ്? കുമ്മായാണ്. ചൈനീസ് പൊട്ടാറ്റോ എന്നറിയപ്പെടുന്നത് കൂർക്ക. ചൈനീസ് പൊട്ടാറ്റോ എന്നറിയപ്പെടുന്നത് എന്താണ്? കൂർക്ക. 2D 4D സിമാസിൻ ഡയൂറോൺ എന്നിവ എന്താണ്? 2D 4D സിമാസിൻ ഡയൂറോൺ എന്നിവ എന്താണ്? കളനാശിനികളാണ്. 2D 4D സിമാസിൻ ഡയൂറോൺ എന്നിവ കളനാശിനികളാണ്. അപ്പൊ മണ്ണിന്റെ അമ്ലവീര്യം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം എന്താണ്? കുമ്മായമാണ്. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്നത് എന്താണ്? കൂർക്കയാണ്. ചൈനീസ് പൊട്ടറ്റോ കൂർക്ക. ഇന്ത്യൻ ചെറിയതായത് ഞാവൽ, ചൈനീസ് പൊട്ടറ്റോ കൂർക്ക. 2D 4D സിമാസിൻ ഡയൂറോൺ എന്നിവ കളനാശിനികളാണ്. ബോഡോ മിശ്രിതം എന്താണെന്ന്? ബോഡോ മിശ്രിതം കുമിൾനാശിനിയാണ്. ബോഡോ മിശ്രിതം എന്താണ്? കുമിൾനാശിനിയാണ്. 2D 4D സിമാസിൻ ഡയൂറോണൊക്കെ കളനാശിനികളാണ്. പിന്നെ എന്താ പറയുക? ബോഡോ മിശ്രിതം എന്താണ്? കുമിൾനാശിനിയാണ്. ബോഡോ മിശ്രിതം കുമിൾനാശിനിയാണ്. NPK വളത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? NPKയിൽ പ്രധാനമായിട്ട് എന്തൊക്കെ ഘടകങ്ങളാണ് ഉള്ളത്? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അപ്പോൾ NPK വളത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയാണ് NPK വളത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഫാക്ടംഫോസ് ഒരു ഡാഷ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രാസവളമാണ്. ഫാക്ടംഫോസ് എന്താണ്? രാസവളമാണ്. ഫാക്ടംഫോസ് ഒരു ഡാഷ് ആണ് എന്ന് വന്ന് പേസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? രാസവളമാണ്. അവിടെ അങ്ങനെയാണ് ഓപ്ഷൻ വരും. വേപ്പെണ്ണ ഒരു ജൈവ കീടനാശിനിയാണ്. വേപ്പെണ്ണ എന്താണ്? ഒരു ജൈവ കീടനാശിനിയാണ്. വേപ്പെണ്ണ ഒരു ജൈവ കീടനാശിനിയാണ്. അപ്പൊ മണ്ണിന്റെ അമ്ലവീര്യം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് കുമ്മായം. ചൈനീസ് പൊട്ടറ്റോ കൂർക്ക. 2D 4D സിമാസിൻ ഡയൂറോൺ എന്നിവ കളനാശിനികളാണ്. ബോഡോ മിശ്രിതോ കുമിൾനാശിനിയാണ്. NPK വളത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയാണ്. ഫാക്ടംഫോസ് ഒരു രാസവളമാണ്. വേപ്പെണ്ണ ഒരു ജൈവ കീടനാശിനിയാണ്. വേപ്പെണ്ണ എന്താണ്? ഒരു ജൈവ കീടനാശിനിയാണ് വേപ്പെണ്ണ. എല്ല് വളമായി ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്? എല്ല് വളമായി ഉപയോഗിക്കാൻ എന്താണ് കാരണം? ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നതിനാലാണ് എല്ല് വളമായി ഉപയോഗിക്കുന്നത്. എല്ല് വളമായി ഉപയോഗിക്കുന്നത്. മണ്ണിൽ നൈട്രജൻ വർദ്ധിക്കാൻ സഹായിക്കുന്ന പ്രധാന വിള എന്താണ്? മണ്ണിൽ നൈട്രജൻ വർദ്ധിക്കാൻ സഹായിക്കുന്ന പ്രധാന വിളയാണ് പയർ. മണ്ണിൽ നൈട്രജൻ വർദ്ധിക്കാൻ സഹായിക്കുന്ന പ്രധാന വിള ഏതാണ്? പയറാണ്. അപ്പൊ എല്ല് വളമായി ഉപയോഗിക്കുന്ന കാരണം എന്താ? ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നതിനാൽ. വേപ്പെണ്ണ എന്താണ്? ജൈവ കീടനാശിനിയാണ്. മണ്ണിൽ നൈട്രജൻ വർദ്ധിക്കാൻ സഹായിക്കുന്ന വിള ഏതാ? പയറാണ്. പുകയില കഷായത്തിലെ ഘടകങ്ങൾ. പുകയില, ബാർ സോപ്പ്, ജലം. പുകയില കഷായത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാ? പുകയിലയും ബാർ സോപ്പും ജലവുമാണ് പുകയില കഷായത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. നൈട്രജൻ ഏറ്റവും കൂടിയ വളം ഏതാണ്? നൈട്രജൻ ഏറ്റവും കൂടിയ വളം യൂറിയാണ്. യൂറിയാണ്. തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണമെന്ത്? തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണം നൈട്രജന്റെ അഭാവമാണ്. തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണം എന്താണ്? നൈട്രജന്റെ അഭാവമാണ് തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണം. അപ്പോൾ നൈട്രജൻ ഏറ്റവും കൂടിയ വളം എന്താണെന്ന് പറഞ്ഞു? യൂറിയാണെന്ന് പറഞ്ഞു. തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണം എന്താ? നൈട്രജന്റെ അഭാവമാണ്. മിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭിക്കുന്ന പോഷണം എന്താണ്? മിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭിക്കുന്ന പോഷണം നൈട്രജനാണ്. എന്താണ്? നൈട്രജനാണ്. അപ്പോൾ മണ്ണിൽ നൈട്രജൻ വർദ്ധിക്കാൻ സഹായിക്കുന്ന വിളയാണ് പയർ. പുകയില കഷായത്തിൽ പുകയില, ബാർ സോപ്പ്, ജലം എന്നിവയാണ്. നൈട്രജൻ കൂടിയ വളം യൂറിയ. തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണം നൈട്രജന്റെ അഭാവമാണ്. മിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭിക്കുന്ന പോഷണം എന്താണ്? നൈട്രജനാണ്. നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കുന്ന വിള ഓപ്ഷൻ തന്നിട്ട് ബീൻസ്. അത് പയറുവർഗ്ഗമല്ലേ? ഞാൻ ബീൻസ് എഴുതിയത് അങ്ങനെ ഒരു പേസ് ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയതാണ്. നൈട്രജൻ വർദ്ധിക്കാൻ സഹായിക്കുന്ന വിള പയറുവർഗ്ഗങ്ങളാണ്. അപ്പോൾ നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കുന്ന വിള എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നപ്പോൾ എന്താണ്? അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ തന്നതിൽ വെച്ചിട്ട് കറക്റ്റ് ആൻസർ ബീൻസ് ആണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ചോദിച്ചിട്ടൊന്ന് കാണിക്കാൻ അവിടെ എഴുതി വെച്ചതാണ്. ഫ്യൂറഡാൻ, മാൽക്കിയോൺ, എൻഡോസൾഫാൻ, ലിൻഡൻ, DDT എന്നിവ എന്താണ്? എൻഡോസൾഫാൻ കണ്ടാൽ തന്നെ അറിയാം എന്താണ്? കീടനാശിനിയാണെന്ന് അല്ലേ? ഫ്യൂറഡാൻ, മലാത്തിയോൺ, എൻഡോസൾഫാൻ, DDT, ലിൻഡൻ എന്നിവ കീടനാശിനികളാണ്. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാലയാണ് FACT. ഫാക്ട്. കേരളത്തിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല ഏതാണ്? ഫാക്ട് ആണ്. നാളികേരത്തെ ബാധിക്കുന്ന മണ്ഡരി രോഗത്തിന് കാരണം എന്താണ്? നാളികേരത്തെ ബാധിക്കുന്നതാണ് മണ്ഡരി രോഗം. തെങ്ങിനെ ബാധിക്കുന്നതാണ്. അതിന് കാരണം എന്താണ്? വൈറസാണ്. നാളികേരത്തെ ബാധിക്കുന്ന മണ്ഡരി രോഗത്തിന് കാരണം വൈറസാണ്. കാറ്റുവീഴ്ച ബാധിക്കുന്ന കാർഷിക വിള ഏതാണ്? കാർഷിക വിള തെങ്ങാണ്. എന്താണ്? തെങ്ങാണ്. തെങ്ങിന്റെ കൂമ്പ് ചീയലിന് കാരണം എന്താണ്? തെങ്ങിന്റെ കൂമ്പ് ചീയലിന് കാരണം വൈറസാണ്. മണ്ഡരി രോഗത്തിന് കാരണവും കൂമ്പ് ചീയലിന് കാരണം വൈറസാണ്. കാറ്റുവീഴ്ച ബാധിക്കുന്ന കാർഷിക വിള ഏതാണ്? തെങ്ങാണ്. തെങ്ങിന്റെ ചെന്നീരൊലിപ്പിന് കാരണം ഫംഗസ് ആണ്. എന്താണ്? ഫംഗസ് ആണ്. മൊസൈക്ക് രോഗം ബാധിക്കുന്നത് ഏതൊക്കെ വിളകളെയാണ്? പുകയിലയെയും മരച്ചീനിയെയുമാണ് മൊസൈക്ക് രോഗം ബാധിക്കുന്നത്. ഇതിന് കാരണം വൈറസാണ്. പുകയിലയെയും മരച്ചീനിയെയുമാണ് മൊസൈക്ക് രോഗം ബാധിക്കുന്നത്. കാരണം എന്താണ്? വൈറസാണ്. മഹാളി രോഗം
രോഗം ബാധിക്കുന്ന കാർഷിക വിള. മഹാളി രോഗം ബാധിക്കുന്നത് കവുങ്ങിനെയാണ്. മഹാളി രോഗം കവുങ്ങിനെയാണ്. മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനം ഏതാണ്? മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനം എന്ന് പറഞ്ഞാൽ PSC ചോദിച്ചിട്ട് കുറെ നെൽവിത്തിനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഉൾപ്പെടുത്താത്തൊരു പോയിന്റാണ് കാർത്തിക. അപ്പം നമ്മൾ ആ കുറേ ഉണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു. ഞാൻ ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തോന്നിയത് തന്നതാണെന്ന്. അപ്പോൾ ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. അപ്പോൾ അതവിടെ ആഡ് ചെയ്ത് വെക്കണം. മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനം ഏതാണ്? കാർത്തികയാണ്. അപ്പോൾ അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തിനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചിട്ടില്ല. അവിടെ കാർത്തിക എന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം കാർത്തിക നെൽവിത്തിനാണെന്ന് അറിയാനും ഈ പോയിന്റ് അവിടെയും കൂടെ ഒന്ന് സൂചിപ്പിച്ച് വെക്കണം. മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല ഏതാണ്? ഫാക്റ്റാണ്. നാളികേരത്തെ ബാധിക്കുന്ന മണ്ടരി രോഗത്തിന് കാരണം എന്താണ്? വൈറസാണ്. കൂമ്പുചീയലിന്, തെങ്ങിന്റെ കൂമ്പുചീയലിന് കാരണം എന്താണ്? വൈറസാണ്. കാറ്റുവീഴ്ച ബാധിക്കുന്ന കാർഷിക വിളയാണ് തെങ്ങ്. തെങ്ങിന്റെ ചെന്നീരൊലിപ്പിന് കാരണം എന്താണ്? ഫംഗസ് ആണ്. മഹാളി രോഗം ബാധിക്കുന്നത് കവുങ്ങിനെ. മൊസൈക്ക് രോഗം ബാധിക്കുന്നത് പുകയിലയെയും മരച്ചീനിയെയും. ഇതിന് കാരണം വൈറസാണ്. മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനമാണ് കാർത്തിക. ഇതോടെ നോക്കാം ഈ പോയിന്റുകൾ. മണ്ണിന്റെ അമ്ലവീര്യം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം എന്താണ്? കുമ്മായാണ്. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്നത് കൂർക്ക. 2D 4D സിമാസിൻ, ഡയൂറോൺ എന്നിവ കളനാശിനികളാണ്. ബോഡോ മിശ്രിതം എന്താണ്? ഒരു കുമിൾനാശിനിയാണ്. NPK വളത്തിലെ ഘടകങ്ങൾ എന്തൊക്കെ? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഫാക്ടംഫോസ് എന്താണ്? ഒരു രാസവളമാണ്. വേപ്പെണ്ണ ഒരു ജൈവ കീടനാശിനിയാണ്. എല്ല് വളമായി ഉപയോഗിക്കാൻ കാരണം എന്താണ്? അതിൽ ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നതിനാണ്. മണ്ണിൽ നൈട്രജൻ വർദ്ധിക്കാൻ സഹായിക്കുന്ന വിള ഏതാ? പയറാണ്. പുകയില കഷായത്തിലെ ഘടകങ്ങൾ പുകയില, ബാർ സോപ്പ്, ജലം എന്നിവയാണ്. നൈട്രജൻ കൂടിയ വളം എന്താണ്? യൂറിയ. തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണം എന്താണ്? നൈട്രജന്റെ അഭാവം. മിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭിക്കുന്ന പോഷണമാണ് നൈട്രജൻ. നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ഒരു വിളയാണ് ബീൻസ്. ഇൻഡോസൾഫാൻ, ഫ്യൂറഡാൻ, മലത്തിയോൺ, DDT, ലിൻഡൻ എന്നിവ കീടനാശിനികളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാലയാണ് ഫാക്ട്. നാളികേരത്തിന് ബാധിക്കുന്ന മണ്ടരി രോഗത്തിനും തെങ്ങിന്റെ കൂമ്പുചീയലിന് കാരണം വൈറസാണ്. കാറ്റുവീഴ്ച ബാധിക്കുന്ന കാർഷിക വിളയാണ് തെങ്ങ്. തെങ്ങിന്റെ ചെന്നീരൊലിപ്പിന് കാരണം ഫംഗസ് ആണ്. മൊസൈക്ക് രോഗം ബാധിക്കുന്ന വിളകൾ ഏതൊക്കെയാണ്? പുകയിലയും മരച്ചീനിയും. കാരണം വൈറസാണ്. മഹാളി രോഗം ബാധിക്കുന്നത് കവുങ്ങിനെയാണ്. മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനമാണ് കാർത്തിക. ഇതിൽ മനസ്സിലായില്ലേ? ബാക്കിയുള്ള പോയിന്റുകളൊക്കെ അടുത്ത സെഷനിൽ നോക്കാം.